സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമങ്ങൾ സമൂഹത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്വയം രക്ഷാ പരിശീലനം കാലഘട്ടത്തിന്റെ അനിവാര്യതയാകുകയാണ്. ആയോധനകലയായ കളരിപ്പയറ്റിന്റെ അടവുകൾ സ്വായത്തമാക്കി സ്വയം രക്ഷിക്കാൻ കരുത്താർജിക്കുകയാണ് കൊല്ലത്തെ ഒരു കൂട്ടം സ്ത്രീകൾ. റിപ്പോർട്ടിലേക്ക്. ഇടത് കയറി വലതുമാറി വെട്ടിത്തിരിഞ്ഞ് 7 വയസ്സുകാരി മുതൽ 70 വയസ്സുകാരി വരെ ഇവിടെ വായ്ത്താരിയോടെ അങ്കച്ചുവടുകൾ പരിശീലിക്കുകയാണ്. പ്രായഭേദമന്യേ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇവർ കച്ചകെട്ടി കളറിയിൽ ഇറങ്ങിയിരിക്കുന്നത് ആത്മാഭിമാനം സ്വയം സംരക്ഷിക്കാൻ കഴിവ് നേടണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ്. കൊല്ലം പാൽക്കുളങ്ങര മർമാശ്രമം ആത്മരക്ഷാ തന്ത്രാലയ കളറിയിൽ ശ്രീ AK പ്രകാശൻ ഗുരുക്കളാണ് കേരളത്തിന്റെ നാടൻ ആയോധന കലയിലെ മർമ്മരഹസ്യങ്ങൾ ഇവർക്ക് പകർന്നു നൽകുന്നത്. 10 വയസ്സ് മുതൽ കളരി അഭ്യസിച്ചു തുടങ്ങിയ അദ്ദേഹം 35 വർഷമായി കളരി പരിശീലനവും മർമ്മചികിത്സയും നടത്തിവരുന്നു. ശക്തിയെ യുക്തി കൊണ്ട് നേരിടാനുതകുന്ന ഫലപ്രദവും ലളിതവുമായ പ്രായോഗിക വിദ്യയാണ് സ്ത്രീകൾക്കുള്ള 7 ദിവസത്തെ സൗജന്യ ക്യാമ്പിൽ അദ്ദേഹം അഭ്യസിപ്പിക്കുന്നത്. പ്രധാനമായും അഗസ്ത്യന് പറഞ്ഞിട്ടുള്ള തട്ടുമർമ്മ ചുവടുകളും അതുപോലെ തട്ടുമർമ്മ തിരട്ട് വിദ്യകളുമാണ് അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഫോഴ്സിന്റെ ഒരു ആവശ്യമില്ല. ഒരു ചൂണ്ടുവിരലിൽ അമർത്തിയാൽ പോലും ശരീരത്ത് പ്രാണകേന്ദ്രങ്ങളായ ജീവകേന്ദ്രങ്ങളായിട്ട് മർമ്മസ്ഥാനങ്ങളിൽ ആഘാതമേൽക്കുകയും അത് ദശവായുക്കളെയും ബോധത്തെയും താറുമാറാക്കുകയും ചെയ്യും. അതിന്റെ ഫലമായി വരുന്ന ആക്രമണകാരി ബോധം കെട്ട് വീഴുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാല പൊട്ടിക്കാനും മാനം കവരാനും എത്തുന്നവരെ തിരിച്ചറിഞ്ഞ് സുരക്ഷിത അകലം പാലിക്കാനും ഒഴിഞ്ഞുമാറി പ്രത്യാക്രമണം നടത്തി ഞൊടിയിടയിൽ കീഴടക്കി സ്വയം സംരക്ഷിക്കാനും ഗുരുക്കൾ പകർന്നു നൽകുന്ന പ്രായോഗിക വിദ്യകൾ ഫലപ്രദമാണെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യ ബാച്ചിൽ തന്നെ 40ഓളം സ്ത്രീകളാണ് മനക്കരുത്തും മെയ്വഴക്കവും നേടി മനസ്സിൽ ആത്മവിശ്വാസത്തിന്റെ കളരി വിളക്ക് തെളിയിച്ചത്. ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്തതോടുകൂടി പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആക്രമണമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എതിർക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടി. ശക്തിയെക്കാട്ടിലും യുക്തിയാണ് പ്രധാനം എന്നുള്ള അറിവ് കിട്ടി. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് വീട്ടിൽ. എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ താമസിക്കുന്നവർക്ക് ഒരു സുരക്ഷിതത്വം വേണമല്ലോ. ഇവിടെ വന്നതുകൊണ്ട് ഒരു ആത്മധൈര്യമുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ മർമ്മപ്രയോഗം വെച്ച് നമുക്ക് ഏതൊരാളെയും നമ്മളെക്കാട്ടി നല്ല ശക്തിയുള്ള ഒരാളെ പോലും കീഴ്പ്പെടുത്താൻ പറ്റും.